ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാറ്റപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 38-ാമത്തെ വാക്യം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. നമ്മുടെ കർത്താവ് ഒരു കഴുതക്കുട്ടിയുടെ മുതുകിലിരുന്ന് യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന മലയുടെയും ഒലിവ് മലയുടെയും ഇടയിലുള്ള കിദ്രോൻ താഴ്വാരത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. ആ ഇറക്കത്തിലാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന ആ ജനക്കൂട്ടം അവനു വേണ്ടി ആർപ്പ് വിളിക്കുന്നത്. ദൈവരാജ്യം സ്ഥാപിക്കുവാനുള്ള തൻ്റെ പ്രവർത്തനം അത് തൻ്റെ സഹനത്തിലൂടെയും തൻ്റെ അതിവേദനയിലുള്ള കുരിശുമരണത്തിലൂടെയുമാണ് എന്നറിയുന്ന ക്രിസ്തു, അവൻ കുരിശിൻ്റെ വഴിയിലേക്കാണ് ഈ കിദ്രോൻ താഴ്വാരയിലേക്ക് അവൻ ഒലിവുമലയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ നടന്ന് അടുക്കുന്നത് എന്നുള്ളത് അവന് മാത്രം വ്യക്തമായ ഒരു കാര്യമാണ്. ആ ജനക്കൂട്ടത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ഇവൻ ഞങ്ങളുടെ രക്ഷകനാണ് എന്ന കാര്യത്തിൽ. എന്നാൽ എന്താണ് ക്രിസ്തുവിൻ്റെ രക്ഷാ പദ്ധതി എന്ന് മാത്രം അവനെ ആരാധിക്കുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന, അവനു വേണ്ടി ആർത്തു വിളിക്കുന്ന ആ സാധാരണ ജനം അറിയുന്നില്ല. ആ ഒരു സമയത്ത് സിംഹാസനത്തിലേക്കല്ല താൻ നടന്നു നീങ്ങുന്നത് എന്ന് അറിയുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ ആരാധകർ അവനു വേണ്ടി ആർത്തു വിളിക്കുമ്പോൾ അവർക്ക് അറിയില്ല എങ്കിലും നമ്മൾ ഇന്ന് ആ രക്ഷാകര പദ്ധതി എന്താണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. നമ്മൾ ഓരോരുത്തർക്കും അവൻ്റെ ആ യാത്രയുടെ 5 ദിവസം കഴിഞ്ഞുള്ള അവൻ്റെ രക്ഷാപദ്ധതി എന്തായിരുന്നു എന്ന് വ്യക്തമായി അറിയുന്ന നമ്മൾ ഓരോരുത്തർക്കും ആ ആബാലവൃന്ദം ജനങ്ങളുടെ കൂടെ പാടാം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വമെന്ന്. യേശു പഴയ നിയമ പ്രവചനം അവൻ നിറവേറ്റുന്ന ഒരു സംഗതി കൂടിയാണ് ഈ അവൻ്റെ യെരുശലേമിലേക്കുള്ള ആ രാജകീയ പ്രവേശനം. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന് വളരെ വർഷങ്ങൾക്ക് മുൻപേ സക്കറിയ പ്രവാചകൻ ദൈവത്തിൽ നിന്നും കിട്ടിയ അരുളപ്പാടനുസരിച്ച് അവൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന്. അതെ, നമ്മുടെ കർത്താവ് വിനയാന്വിതനായി, അവൻ താഴ്മയുടെ പര്യായമായി അവനൊരു കഴുതക്കുട്ടിയുടെ പുറത്ത് നമ്മുടെ ഹൃദയത്തിലേക്കും വരുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ക്രിസ്തുവിൻ്റെ വിനയം, ആ ക്രിസ്തുവിൻ്റെ താഴ്മ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, അത് നമ്മളിൽ ഓരോരുത്തരിലും ഓരോ ദിവസവും അവനെ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിന്, നല്ലൊരു വ്യക്തിത്വത്തിനുടമയായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.